Hi guys, welcome to my channel. ഫസ്റ്റ് വീഡിയോയ്ക്ക് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് A21s എന്ന് പറയുന്ന മോഡലാണ്. ആക്ച്വലി ഇതെൻ്റെ അങ്കിൾ വാങ്ങിയ ഫോണാണ്. നമുക്ക് ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാൻ കിട്ടിയതാണ്. ഇതൊരു 6GB RAM 128GB ROM ഉള്ളൊരു വേരിയൻ്റാണ് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഇച്ചിരി ടൈറ്റാണ്, നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ കാണുന്നത് ഫോണാണ്. പിന്നെ ബോക്സിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് യൂസർ മാനുവൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂളും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ യൂഷ്വലി നോക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബോക്സിൻ്റെ അകത്ത് തന്നെയിട്ട് അടച്ചു വെക്കുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മെയിനായിട്ട് നമുക്കുള്ളത് A21s തന്നെയാണ്. സാംസങ്ങിൻ്റെ പ്രീവിയസ് മോഡലായ A51ൻ്റെ ഏകദേശം ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനുള്ള. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിൽ വരുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാമറയുടെ ഫ്ലാഷിൻ്റെ പ്ലേസ്മെൻറ്റിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനൊരു ഇൻഫിനിറ്റ് ഓ ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഇതിന് ശേഷം ഒരു 15 വാട്ട്സിൻ്റെ ചാർജറും പിന്നെ അതുപോലെ തന്നെ USB-C ടൈപ്പ് കേബിളും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഈ ഫോണൊന്ന് നോക്കാം. ഫോണിൻ്റെ പ്ലാസ്റ്റിക് കവർ പീൽ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയിൽ ഇടം പിടിക്കുന്നത് ആ ഇൻഫിനിറ്റ് ഡിസ്പ്ലേയിലെ OTP ക്യാമറ തന്നെയാണ്. തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്നത് സിം ട്രേ ആണ്. നമുക്ക് ഒരു കീ ഉപയോഗിച്ച് സിം ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. 2 നാനോ സിമ്മും അതുപോലെ ഒരു മൈക്രോ SD കാർഡിനും ഉള്ള ഫെസിലിറ്റിയാണ് സാംസങ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഇപ്പം എല്ലാ ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടുകളാണുള്ളത്. അതായത് മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കാണില്ല, സിം മാത്രം ഇടാനുള്ള ഒരു ഓപ്ഷനേ കാണാറുള്ളൂ. പക്ഷേ ഇതിന് അങ്ങനെയല്ല. ഫോണിൻ്റെ താഴെ നമുക്ക് USB-C ടൈപ്പ് ചാർജിങ് പോർട്ടും അതുപോലെ 3.5mm ഓഡിയോ ജാക്കും പിന്നെ നമുക്കൊരു മൈക്കും അതുപോലെ ഒരു സിംഗിൾ സ്പീക്കറുമാണ് കാണാൻ സാധിക്കുന്നത്. സിംഗിൾ സ്പീക്കർ മാത്രമേ സാംസങ് ഈ വേരിയൻറ്റിന് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് ഒരു മൈക്കും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഒന്നും സാംസങ് കൊടുത്തിട്ടില്ല. ഒരു ഓർഡിനറി ഫിംഗർ പ്രിൻറ്റ് സെൻസർ തന്നെയാണ് സാംസങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് ഈ ഫോണിൻ്റെ ഒരു അട്രാക്റ്റീവ് പോർഷൻ എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. ഇതിന് ബേസിക്കലി 4 ക്യാമറയാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ലെൻസാണ് ആദ്യമേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായി 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്കൊരു മാക്രോ ലെൻസ് 2 മെഗാപിക്സലിൻ്റെയും ഒരു 2 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസുമാണ് കാണാൻ സാധിക്കുന്നത്. 13 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് f2.2ൻ്റെ സെൽഫി ക്യാമറയും ഈ ഫോണിനുണ്ട്. നമുക്ക് ഈ ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ക്യാമറ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഫോൺ ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യുമ്പോൾ സാംസങ് ഫോൺസിന് സാധാരണ കണ്ടുവരുന്നൊരു സാധാരണ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഫോണിനും കൊടുത്തിട്ടുള്ളത്. പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം ഈ ഫോണിലും വരുന്നുണ്ട്. ഫോണിൻ്റെ ക്യാമറ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെർമിഷൻസൊക്കെ ഒന്ന് ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഒരു അൾട്രാ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള ഒരു എന്താ പറയുക, നോയ്സ് ഇല്ലാത്ത ടൈപ്പ് ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈറ്റിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമറയിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്. 3 വേരിയൻറ്റിലായിട്ടാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 3GB RAM 32GB ROM, 4GB RAM 64GB ROM, 6GB RAM 128GB ROM എന്നീ വേർഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫോണിന് നമുക്ക് 5000 mAh ലിഥിയം ബാറ്ററിയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് സാംസങ് ഈ ഫോണിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് A21ൻ്റെ ക്വിക്ക് റിവ്യൂ ആൻഡ് അൺബോക്സിങ്. കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി കാണുന്നവരെ ബൈ.